ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദു. നമ്മൾ ബാബുൽ മസാജിദ് അല്ലേ, ബാബുൽ മസാജിദിൽ അവസാനത്തെ 5 ഹദീസുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതേപോലെ മതവിധികൾ, ഇതാണ് ഇതിൽ വിഷയീഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് സിഫത്തു സ്വല, നമസ്കാരത്തിൻ്റെ രീതി, അതാണ്. ഒന്നാമത്തെ ഹദീസ് عن أنس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم البصاق في المسجد خطيئة وكفارتها دفنها متفق عليه. രണ്ടാമത്തേത് عن أنس رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتباهى الناس في المساجد റവാഹുൽ ഖംസത്തു ഇല്ല തുർമുദി വസഹഹഹു ഇബ്നു ഖുസൈമ. അല്ലേ? മൂന്നാമത്തേത് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഉമിർതു ബിതശീദിൽ മസാജിദ് മാ ഉമിർതു ബിതശീദിൽ മസാജിദ് റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അല്ലേ? ഇബ്നു ഹിബ്ബാൻ. അഖ്റജഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. പിന്നെ അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി. അല്ലേ? ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദാ യുഖ്രിജുഹാ അർ-റജുലു മിനൽ മസ്ജിദ് യുഖ്രിജുഹാ അർ-റജുലു മിനൽ മസ്ജിദ് റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വസ്തഗ്റബഹു വസഹഹഹു ഇബ്നു ഖുസൈമ. പിന്നെ അടുത്ത അവസാനത്തെ ഹദീസ് അൻ അബീ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റക്അതൈൻ മുത്തഫഖുൻ അലൈഹി. ഒന്നാമത്തെ ഹദീസ് അൽ ബുസാഖു ഫിൽ മസ്ജിദ് ഖതീഅത്തുൻ വകഫാറത്തുഹാ ദഫ്നുഹാ. അനസ് റളിയല്ലാഹു തആല അൻഹു ഹദീസാണ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅത്തുൻ. ബുസാഖ്, എന്താ ബുസാഖ്? ബുസാഖ് എന്നും ബുസാഖ് എന്നും പിന്നെ സീനും പറയും, ബുസാഖ് എന്ന് പറയും. ഉമനീർ, തുപ്പുനീർ. ബുസാഖ് സ്വാദ് സായ് സീൻ, 3 ഭാഷയാണ്, ലുഗയാണ്, ലഹജ. ബുസാഖ്, 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 തുപ്പുനീർ. അത് പിന്നെ തുപ്പുക എന്നുള്ള അർത്ഥത്തിൽ. അൽ ബുസാഖു ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പൽ. ഖതീഅത്തുൻ, എന്താ? അത് കുറ്റകരാണ്. വകഫാറത്തുഹാ ദഫ്നുഹാ, വകഫാറത്തുഹാ അതിൻ്റെ പ്രായശ്ചിത്തം, അതിനുള്ള പ്രായശ്ചിത്തം. ദഫ്നുഹ അതിനെ മൂടലാണ്. ദഫനാണ് മൂടുക, ദഫൻ ചെയ്യുക. ഹദീസ് വളരെ വ്യക്തമാണ്. ഹദീസ് അറിയിക്കണം എന്താണ്? പള്ളിയിൽ തുപ്പാൻ പാടുള്ളതല്ല, അത് ഖതീഅത്ത്, പാപമാണ്, കുറ്റാണ്. ഒരാൾ പള്ളിയിൽ തുപ്പിപ്പോയി എങ്കിൽ അതിനെ എന്ത് ചെയ്യണം? അയാൾ മൂടണം. ഇവിടെ
പള്ളിയിൽ തുപ്പുക എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പള്ളി നിർമ്മിക്കുവാനും നമ്മൾ പഠിച്ചു ഹദീസ് വൻ തുണബഫ്, പള്ളികളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനാണ്, വൃത്തിയായിട്ട് സൂക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി നിസ്കരിക്കുന്ന മെഹ്റാബിൽ നിസ്കരിക്കുന്നതിന് മുമ്പിൽ പള്ളിയിൽ തുപ്പിയത് കണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇമാമിനെ തന്നെ മാറ്റാൻ പറഞ്ഞു. പിന്നെ റിവായത്തിൽ കാണാം പള്ളിയിൽ തുപ്പിയത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എന്ത് ചെയ്തു എന്നാ ഒരു കല്ലെടുത്തിട്ട് ചുരണ്ടി മായിച്ചു എന്നാണ് ചുമരിൽ കണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാർക്കശ്യത്തിൽ സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നു. അപ്പോൾ ഒരു അൻസാരി അല്ലെങ്കിൽ ഒരു അൻസാരി സ്ത്രീ പിന്നെ അത് മായിച്ചത് റിവായത്തിൽ കാണാൻ സാധിക്കും. അത് വേറെ സംഭവമായിരിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിൽ ഒരാൾ തുപ്പുന്നതിനെ വിലക്കിയിട്ടുണ്ട്. അത് കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ തുപ്പിപ്പോയിട്ടുണ്ട് എങ്കിൽ കുറ്റാണ്, തെറ്റാണ്. പക്ഷേ ഒരു തെറ്റൊരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മൂടണം എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ പള്ളിയിൽ നടക്കുക, ഇന്ന് മൂടൽ നടക്കൂല. എന്നാൽ അത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളി ഇങ്ങനെ എന്താ? റസൂലുള്ളാഹിൻ്റെ പള്ളീൻ്റെ ചേല് നിലം മണലാണ്. ചുമരോ ഭിത്തി മണ്ണും കട്ടയാണ്, മണ്ണിൻ്റെ കട്ട. മേൽക്കൂര ഈത്തപ്പൻ്റെ പട്ടയാണ്, സഖഫ് പട്ടയാണ്. പിന്നെ തൂണുകളോ ഈത്തപ്പൻ്റെ തൂണുകളാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ലൈലത്തുൽ ഖദർ എന്ന് അറിയിക്കുന്ന ഹദീസുകളിൽ കാണാം പിന്നെ ലൈലത്തുൽ ഖദറിൻ്റെ പുലർച്ചയിൽ താങ്കൾ മണ്ണിലും ചളിയിലും സുജൂദ് ചെയ്യും. അല്ല, വെള്ളത്തിലും ചളിയിലും സുജൂദ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു വർഷത്തെ റമദാനിൽ രാത്രി മഴ പെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്റിന് സുജൂദ് ചെയ്തിട്ട് സഹാബികൾ പറയാണ് റസൂലുള്ളാഹിൻ്റെ മൂക്കിന്മേൽ ഇവിടെ ചളി പറ്റിയതായിട്ട് ഞങ്ങൾ കണ്ടു എന്നാണ്. കാരണം അന്ന് മണലാണ്, മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലം ചളിയാകുന്ന രീതിയിലായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിട്ടുണ്ടായിരുന്നു? പിന്നെ ഈ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഹുംറത്ത്, നിസ്കരിക്കാനൊരു ഷീറ്റ് ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിക്കല്ല, സഹാബികൾക്ക് മൊത്തത്തിൽ അങ്ങനെ എന്തായിരുന്നു? നിസ്കരിക്കാൻ പ്രത്യേകം അവർ സീറ്റ്, ചിലർ ഈത്തപ്പന മടഞ്ഞിട്ടുള്ള പിന്നെ ഒരു പായ പോലുള്ളതൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. നിലം മണലായിരുന്നു. ഒരു റിപ്പോർട്ടിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ പിന്നെ മണലായിരുന്നു. മഴ പെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും? പിന്നെ ചളിയാകും. ആ ചളിയാകും എന്നുള്ളതിന് തെളിവാണ് എന്ത്? പിന്നെ റസൂലുള്ളാഹി സുജൂദ് ചെയ്തപ്പോൾ ചളി മൂക്കിൽ പറ്റിയതായിട്ട് കണ്ടു, നെറ്റിയിലും മൂക്കിലും എന്നുള്ളത്. സഹാബികൾ എന്ത് ചെയ്തു എന്നാണ്? അവർ പോയിട്ട് പിന്നെ അവരുടെ തുണിയിലല്ല, അവരുടെ നിസ്കരിക്കാൻ അവർക്കൊരു പടം ഉണ്ടായിരുന്നു എന്നാണ്. ആ പടത്തിൽ കൊണ്ടുപോയിട്ട് അവർ എന്ത് ചെയ്യുന്നതാണ്? ഈ ചെരൽക്കല്ലിന് സമാനമായിട്ടുള്ള കല്ലുകൾ കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് അത് ഓരോരുത്തരും തങ്ങളുടെ നിസ്കാര സ്ഥലത്ത് വിരിച്ചു. അപ്പോൾ അവർ നിസ്കരിക്കാൻ എന്ത് ചെയ്തിരുന്നു? ഒരു പടം ഉപയോഗിച്ചിരുന്നു. നിലം മണലാണെങ്കിലും. പിന്നെ മഴ പെയ്തിട്ട് ആകെ നിലം ചളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തതാണ്? കല്ല് പാകിയെന്നാണ്. കല്ല് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചെരൽക്കല്ല് പാകിയെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളീൻ്റെ കോല അതാണ്. അപ്പോൾ ഒരാൾ ഇനി തുപ്പിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അത് മാന്തിയിട്ട് കുഴിച്ചിടാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത് പറ്റൂല. അപ്പോൾ കഴുകി വൃത്തിയാക്കുക അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കുക തന്നെ വേണം. അലാ കുല്ലിൻ അൽ ബുസ്വാഖു ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പൽ. ബുസാഖ് എന്ന് പറഞ്ഞാൽ ബുസാഖ് സീൻ ഒക്കെ തുപ്പുനീരിനാണ് പറയാം. അത് പള്ളിയിൽ തെറ്റാണ്, കുറ്റമാണ്. കഫാറത്തുഹ ദഫ്നുഹ, അതിനെ മൂടലാണ് അതിനുള്ള പ്രായശ്ചിത്തം. ഒരാൾ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂടണം. എന്നിട്ട് അതിൻ്റെ തെറ്റിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കണം. തന്നിൽ നിന്ന് വന്നു പോയ വീഴ്ചയെ പരിഹരിക്കാൻ അയാളത് മൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രായശ്ചിത്തം ചെയ്യാൻ മാത്രം
കടുത്ത പാമ്പാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഹദീസ് മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പള്ളിയുടെ സ്ഥാനവും പള്ളിക്കുള്ള മഹത്വമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. وعن أنس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتباهى الناس في المساجد. അല്ലേ? റവാഹുൽ ഖംസത്തു ഇല്ല തുർമുദി വസഹഹഹു ഇബ്നു ഖുസൈമ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തഖൂമു സ്സാഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, നിലവിൽ വരൂല, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യതബാഹന്നാസ്, ജനങ്ങൾ അന്യോന്യം പെരുമ കാണിക്കുന്നത് വരെ. തബാഹ യതബാഹ എന്ന അന്യോന്യം പെരുമ കാണിക്കുക. തഫാഖറ യതഫാഖറു എന്നാണ്. തബാഹ എന്ന് പറഞ്ഞാൽ യതഫാഖറു. യതഫാഖറു പെരുമ കാണിക്കുക. യതകാസർ അൽഹാകുമുത് തകാസുർ യതകാസറു ഹത്താ യതബാഹന്നാസ്, ജനങ്ങൾ അന്യോന്യം പെരുമ കാണിക്കുന്നത് വരെ. ഫിൽ മസാജിദ്, പള്ളികളിൽ. ഫിൽ മസാജിദ്, പള്ളികളിൽ. എന്തിനാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ഒരു ഹദീസിനെ കൊണ്ടുവന്ന് പള്ളിയുടെ അധ്യായത്തിൽ എന്തിനെപ്പോൾ ഇത് കൊണ്ടുവന്ന്? എന്തിനാണ് ഈ ഹദീസിനെ കൊണ്ടുവന്ന്? അത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം ജനങ്ങൾ പള്ളിയുടെ വിഷയത്തിൽ അന്യോന്യം പെരുമ കാണിക്കുന്നതാണ്. യതബാഹ, പെരുമ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പെരുമ കാണിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം പള്ളിൻ്റെ വലിപ്പത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ പള്ളി നിങ്ങളെ പള്ളിനേക്കാൾ വലിയ പള്ളിയാണ്, ഞങ്ങളെ പള്ളിയിൽ കണ്ടില്ലേ നല്ല പണികളും കൊത്തുവേലകളും ഒക്കെ ഉഷാറാണ്, ഞങ്ങളെ പള്ളിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, തുടങ്ങിയിട്ടുള്ളത്. അതാണ് പെരുമ. അതാണ് പെരുമ. പെരുമ പറയലും ഉണ്ട്, പെരുമ കാണിക്കലും ഉണ്ട്. പെരുമ പറയൽ ഇതാണ്, ഞങ്ങളെ പള്ളിയാണ് ഉഷാറ്, അതിന് ഇത്ര നിലകളുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഉയരമുണ്ട്, അതിൽ ഉപയോഗിച്ച മാർബിൾ ഇന്നതാണ്, നിങ്ങളെ പള്ളിയിൽ മാർബിളല്ല സിമൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളത് ഈ ടൈൽസാണ്, കാവിട്ടതാണ്, ഞങ്ങളത് അങ്ങനെയല്ല, ഇങ്ങനെ ഇതാണ് പെരുമ പറയൽ. അതേപോലെ പെരുമ കാണിക്കൽ എങ്ങനെ? പെരുമ കാണിക്കൽ ഓലൊരു നില ഉണ്ടാക്കുമ്പോൾ ഇവിടെ 2 നില ഉണ്ടാക്കുക, അവരവിടെ ടൈൽസാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ മാർബിള്, ഇവിടെ മാർബിളാണെങ്കിൽ അവിടെ കാർപ്പറ്റ്, മറ്റേ വിരി, ഇങ്ങനെയൊക്കെ. ഇതാണ് പെരുമ പ്രവർത്തിക്കലും പെരുമ കാണിക്കലും. ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ്. അതൊന്നും മുസൽമാനിന് ചേർന്ന ഏർപ്പാടല്ല. ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിവിടെ കൊണ്ടുവരാൻ കാരണം എന്താ? പള്ളി ആദരിക്കപ്പെടേണ്ട അള്ളാഹുവിൻ്റെ ഒരു ചിഹ്നമാണ്. അതിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ്? അത് പള്ളിൻ്റെ വിഷയത്തിൽ പെരുമ പറഞ്ഞിട്ടും അന്യോന്യം പൊങ്ങച്ചം നടിച്ചിട്ടുമല്ല. അന്യോന്യം പൊങ്ങച്ചം നടിക്കുക പള്ളിയുടെ വിഷയത്തിൽ എന്നുള്ളത് പാടുള്ളതല്ല. അത് പള്ളിയോടുള്ള മര്യാദകേടാണ്, പള്ളിയോടുള്ള മര്യാദകേടാണ്. ഇന്ന് അതിൻ്റെ യുഗത്തിലാണ്. ഇന്ന് പള്ളിയുടെ വിഷയത്തിൽ പൊങ്ങച്ചം, ഈ അടുത്ത ഹദീസും അതിലുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും അത്. ഇവിടെ ഈ ഹദീസ് റവാഹുൽ ഖംസ ഇല്ല തുർമുദി കഴിച്ച് റവാഹുൽ ഖംസ എന്നാണ്. അപ്പോൾ ആരൊക്കെയാണ്? അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്, ഇമാം തുർമുദി ഒഴികെ. അടുത്ത ഹദീസ് عن ابن عباس رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال ما أمرت بتشييد المساجد ما أمرت ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ബിതശീദിൽ മസാജിദ് പള്ളികളെ തശീദ് ചെയ്യുവാൻ
തഷീദ്. ഷെയ്ദിൽ നിന്നാണ് തഷീദ്. ഷെയ്ദ് എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിലുണ്ടല്ലോ ഈ ജിസ്, അതേപോലെ തന്നെ നൂറത്ത്, അതേപോലെ റുഹാം, ഇതൊക്കെ ഇടണീനാണ് പറയുക. ഷെയ്ദ്, ജിസ്, നൂറ, റുഹാം, ഇങ്ങനത്തെ. ജിസ് പറഞ്ഞാൽ എന്താ? പിന്നെ സിമെൻറ്റിന് പറയുമോ? സിമെൻറ്റ് പോലുള്ളതൊക്കെയാണത്. അതേപോലെ തന്നെ നൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്മായം, റുഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലതരം കല്ലുകളുണ്ടല്ലോ, മാർബിൾ പോലത്തെ കല്ലുകൾ, അങ്ങനത്തേനൊക്കെ പറയും. ഈ ഇതാണ് ഷെയ്ദ്. അത് പള്ളിയിൽ ഉപയോഗിക്കുന്നതാണ് തഷീദ്. ഷെയ്യദ യുഷയ്യദു തഷീദ്. തഷീദ് ഇവിടെ പറയുന്നത് മാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ബി തഷീദിൽ മസാജിദ്, മസ്ജിദുകളെ തഷീദ് ചെയ്യുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ പള്ളിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതിന് എന്താ മനസ്സിലായത്? ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യവും ഒരു പുണ്യവുമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളീൻ്റെ കോലം അതാണ് നമ്മൾ പറഞ്ഞത്. മൺകട്ടയുടെ മതിൽ, തൂണുകൾ ഈത്തപ്പനയുടെ തൂണുകൾ, അതേപോലെ തന്നെ പിന്നെ ഇത് മേൽക്കൂര ഈത്തപ്പന പട്ട, നിലത്ത് മണൽ വിരിച്ച്, പിന്നെ അതിന്മേ നമസ്കരിക്കുവാൻ അവരെന്ത് ചെയ്തിരുന്നു? പടം ഓരോരുത്തർ ഉണ്ടാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളീൻ്റെ കോലം. അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ കാലഘട്ടത്തിലും അതേ പള്ളിയാണ്. ഉമർ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിൽ പള്ളി വീതി കൂട്ടേണ്ടി വന്നു, വിസ്തൃതിപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ വിസ്തൃതിപ്പെടുത്തേണ്ടി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ദ്രവ്യങ്ങൾ എന്താണോ ആ ദ്രവ്യങ്ങൾ തന്നെ, പക്ഷേ വീതി കൂട്ടി, പള്ളി വലിപ്പം കൂട്ടി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിലാണ് പിന്നെ പള്ളി ഒന്നുകൂടി വലിപ്പം കൂട്ടേണ്ടി വന്നത്, പള്ളി ഒന്ന് പണിയേണ്ടി വന്നത്. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം കല്ല് കൊണ്ട് അദ്ദേഹം പിന്നെ കല്ല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജിസ് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പള്ളി അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ഉറപ്പിൽ ഉണ്ടാക്കി. പക്ഷേ അവിടെ ഉറപ്പിൽ കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ പിന്നെ കല്ല് ഉറപ്പിക്കാനുള്ള ദ്രവ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മോടി ഉണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായി. പള്ളി വലുതാവുകയും ചെയ്ത്. വലിയ പള്ളിയായിരുന്നു. അന്ന് നിലവിലുള്ളതിനേക്കാൾ വലിയ പള്ളിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയത്. അതിൽ കല്ല് ഉപയോഗിച്ചു, കല്ല് മുമ്പുണ്ടായിരുന്നില്ല, കല്ല് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഈ ജിസ് ഉപയോഗിച്ചിട്ട് അത് ഉറപ്പിന് വേണ്ടിയിട്ട് ശക്തമായ രീതിയിലാണ് പള്ളി ഉണ്ടാക്കിയത്. അത് ഉസ്മാൻ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിൽ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് പള്ളിയുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇത്തരം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, ഉറപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് തെറ്റ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ സഹാബികളത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതാകാം. അതേസമയം അത് അലങ്കാരത്തിന് വേണ്ടിയിട്ടോ, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഈ പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇന്ന് പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിനേക്കാൾ കൂടുതൽ എന്താണ്? അലങ്കാരമാണ്. പള്ളി അലങ്കരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ പള്ളിയുടെ വിഷയത്തിൽ പെരുമയും അത് ഇന്ന് വളരെയധികം നിലവിലുള്ള രണ്ട് സംഗതികളാണ്. തീർത്തും നിഷിദ്ധമാണ്. ഇന്ന് തഷീദ് അതെന്തിനു വേണ്ടിയിട്ടാണ്? അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, പള്ളി അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത് മാ ഉമിർത്തു ബി തഷീദിൽ മസാജിദ്, മസാജിദിനെ തഷീദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അതിന് പണ്ഡിതന്മാർ പറയുന്നത് അത് പിന്നെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട
ഒരു നല്ലൊരു സംഗതിയായിരുന്നെങ്കിൽ, പുണ്യപ്രവൃത്തിയായിരുന്നുവെങ്കിൽ റസൂൽ അതുകൊണ്ട് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ പള്ളി നിർമ്മിച്ചപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ കല്ലും ആ കല്ല് ഉറപ്പിക്കാനുള്ള ദ്രവ്യങ്ങളും ശക്തമായ മേൽക്കൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിക്ക്. മനസ്സിലായി? അത് പക്ഷേ എന്തിലേക്ക് എത്തിയിരുന്നില്ല? അത് മുബാഹാത്തുമല്ല. അതേപോലെ തന്നെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, പിന്നെ യഹൂദരും ക്രൈസ്തവരും പള്ളി മോടി കൂട്ടിയതുപോലെ നിങ്ങൾ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പള്ളിയെ മോടി കൂട്ടുക തന്നെ ചെയ്യും, യഹൂദരും ക്രൈസ്തവരും മോടി കൂട്ടിയതുപോലെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ തന്നെ വേറെ ചില റിവായത്തുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ കൗല് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായം വന്നിട്ടുണ്ട്. അതായത് യഹൂദ ക്രൈസ്തവർ മോടി കൂട്ടിയതുപോലെ നിങ്ങൾ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് മുന്നറിയിപ്പ് എന്നോണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസിൻ്റെ വാക്കാണെങ്കിലും ഇവിടെ ഈ വചനത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ മാ ഉമിർത്തു ബി തഷീദിൽ മസാജിദ്, മസ്ജിദുകളെ തഷീദ് ചെയ്യുവാൻ, കുമ്മായം, അതേപോലെ തന്നെ സിമൻറ്റ്, അതേപോലെ തന്നെ മാർബിൾ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് തസ്ജീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇവിടെ എന്താണ്? ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അത് ഉപയോഗിച്ചിട്ട് പള്ളി ഉണ്ടാക്കേണ്ടെന്നല്ല, പിന്നെയോ പള്ളിയെ അലങ്കരിക്കലും മോടി കൂട്ടലുമാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറയുന്നത് യഹൂദരും മറ്റും മോടി കൂട്ടിയതുപോലെ നിങ്ങൾ പള്ളിയെ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ മോടി കൂട്ടലാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളി ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഭദ്രമായ രീതിയിലാണ് പള്ളി ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ എന്തുണ്ടായിരുന്നില്ല? അലങ്കാരപ്പണികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഹദീസിനെ റവാഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അബൂ ദാവൂദ് ആണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അഖ്റജഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അള്ളാഹുവിന് ഖുശൂഅോടുകൂടി നിസ്കാരം നിർവഹിക്കാൻ ഒരു വെടുപ്പുള്ള വൃത്തിയുള്ള ഏടാണ് പള്ളി ആകേണ്ടത്. ഇന്ന് ആ പള്ളി എന്തായി? ആകെ അലങ്കരിച്ച് എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അലങ്കാരമാണ്. പള്ളികളിൽ കാര്യം എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അലങ്കാരങ്ങളാണ്. അല്ലാഹു മുസ്തആൻ. അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി ഹത്ത അൽ-ഖദാ യുഖ്രിജുഹ അർ-റജുലു മിനൽ മസ്ജിദ്. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വസ്തഗ്റബഹു വസഹഹഹു ഇബ്നു ഖുസൈമ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉരിദത് അലയ്യ, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉരിദത് പ്രദർശിപ്പിക്കപ്പെട്ടു, അലയ്യ എനിക്ക്, ഉജൂറു ഉമ്മത്തി എൻ്റെ ഉമ്മത്തികളുടെ പ്രതിഫലം, കൂലി, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങളുണ്ടല്ലോ, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ അത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉമ്മത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്താണ്. റസൂലുള്ളാഹിക്ക് രണ്ട് തരം ഉമ്മത്തികളുണ്ട്. റസൂലുള്ളാഹിക്ക് രണ്ട് തരം ഉമ്മത്തികളുണ്ട്. എങ്ങനെ രണ്ട് തരം ഉമ്മത്തികൾ? ഇപ്പോൾ മുസ്ലിംസും ജൂതരും ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികളാണ് അല്ലേ? കാരണം റസൂലുള്ളാഹി അവരിലേക്ക് ഒന്നായിട്ട് നിയോഗിതനാണ്. അതന്നെയാണ് ഉമ്മത്തു ദഅവ എന്ന് പറയാം. ഉമ്മത്തു ദഅവ, റസൂലുള്ള ദഅവത്ത് നടത്തേണ്ട, റസൂലുള്ളാഹിൻ്റെ ദഅവത്ത് എത്തേണ്ട അവർ ഇതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലോകരെല്ലാവരുമാണ്, എല്ലാവരുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്തു ദഅവ. എന്നാൽ ഉമ്മത്തുൽ ഇജാബ ഉണ്ട് റസൂലുള്ളാഹിൻ്റെ. അതാരാ ഉമ്മത്തുൽ ഇജാബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സത്യദീൻ, ആ ദീനിനെ പുൽകിയവരാണ് ഉമ്മത്തുൽ ഇജാബ. ഇവിടെ ഏതാ ഉദ്ദേശം? റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികൾ രണ്ട് തരക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നിയോഗിച്ചയച്ചത് ഈ ലോകരിലേക്ക് മുഴുവനാണ്. അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും ജൂതരും മുസ്ലിങ്ങളും എല്ലാവരും റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികളാണ്. അതാണ് ഉമ്മത്തു ദഅവ, ദഅവത്ത് എത്തേണ്ട, ദഅവത്ത് നടത്തേണ്ട റസൂലുള്ളാഹിൻ്റെ ഉമ്മത്ത്. രണ്ടാമത്തേത് ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഉമ്മത്തുൽ ഇജാബയാണ്. റസൂലുള്ളാഹിൻ്റെ ദഅവത്ത് എത്തി അത് സ്വീകരിച്ചവർ, ഇസ്ലാം സ്വീകരിച്ചവർ.
ഇവിടെ ഈ ഹദീസിൽ ഉമ്മത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അതാണ്, ഉമ്മത്തുൽ ഇജാബയാണ്. ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളുടെ പ്രതിഫലങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടു, സൽപ്രവർത്തികൾ ചെയ്തവർക്കുള്ള കൂലി എന്ത് എന്നുള്ളത്. ഷർഹുകളിൽ കാണാം അത് മിഅ്റാജിൻ്റെ രാവിലായിരുന്നു. മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തിരുനബിയുടെ ഉമ്മത്തികൾ ചെയ്ത ഓരോ പുണ്യപ്രവൃത്തിയുടെയും പ്രതിഫലം കാണിക്കപ്പെട്ടു എന്നാണ്, പ്രദർശിപ്പിക്കപ്പെട്ടു. അതിൽ റസൂലുള്ളാഹി പറയാണ് ഹത്തൽ ഖദ യുഖ്രിജുഹ റജുലു മിനൽ മസ്ജിദ്. ഹത്തൽ ഖദ, ഖദ എന്ന് പറഞ്ഞാൽ കരട്, കരടിനാണ് ഖദ എന്ന് പറയുക. ചെറിയ മരച്ചീള് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കരടുകൾ. ഹത്തൽ ഖദ, മരച്ചീളുകൾ വരെ, കരടുകൾ വരെ. അതിൻ്റെ പ്രത്യേകത എന്താ? യുഖ്രിജുഹ, ആ മരച്ചീളിനെ ഒരാൾ പുറത്തിടുന്നു. യുഖ്രിജുഹ റജുൽ, ഒരു മനുഷ്യൻ അതിനെ പുറത്തിടുന്നു. മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു വ്യക്തി പുറത്തിടുന്നതായ മരച്ചീള്, അതിൻ്റെ കൂലി വരെ കാണിക്കപ്പെട്ടു എന്നാണ്. ഒന്നുകൂടി നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം ഉരിദത് അലയ്യ, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, ഉജൂർ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളെ, കൂലികളെ. ഹത്തൽ ഖദ, മരച്ചീളിൻ്റെ കൂലി വരെ. യുഖ്രിജുഹ റജുലു, ആ മരച്ചീളിനെ പുറത്തിടുന്നു ഒരു വ്യക്തി. മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്. അപ്പോൾ ഒരു വ്യക്തി ഒരു മരച്ചീൾ പള്ളിയിൽ നിന്ന് പുറത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി വരെ എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ ഹദീസ് ഇമാം അബൂദാവൂദാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാം തുർമുദി ഇതിനെ ഗരീബായിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹീഹ് അല്ല എന്നർത്ഥം. ഇമാം തുർമുദിയുടെ വീക്ഷണത്തിൽ ഹദീസ് സഹീഹ് അല്ല. പക്ഷേ ഇബ്നു ഖുസൈമ അതിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഹാഫിൾ ഇബ്നു ഹജറും ഈ ഹദീസിന് ഷവാഹിദുകളുണ്ട്, ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റ് ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവെടുക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പക്ഷം. ഇതിലെന്താ ഉള്ളത്? ഈ ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിലുള്ളത് പള്ളിയിൽ നിന്ന് ഒരു ചെറിയ ചീളെങ്കിലും പള്ളി വൃത്തിയാക്കാനെന്നോണം ഒരാൾ നല്ല നീയത്തിൽ പുറത്തിട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് പ്രതിഫലം വമ്പിച്ചതാണ്, പ്രതിഫലം വമ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, ആ പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ താല്പര്യവും അവരെക്കുറിച്ച് റസൂലുള്ളാഹിൻ്റെ അന്വേഷണവും അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി നമസ്കരിച്ചതും അതൊക്കെ അത് തന്നെ മതി പള്ളിയുടെ മഹത്വം മനസ്സിലാക്കാം അല്ലേ. പള്ളി അടിച്ചു വരുന്ന സ്ത്രീ അവർ മരിച്ച്, അപ്പോൾ റസൂലുള്ളാഹി അവരെക്കുറിച്ച് അന്വേഷിക്കണം അവരെവിടെയാണ്. അപ്പോൾ സഹാബികൾ പറയാണ് അവർ മരിച്ചു, ഞങ്ങൾ രാത്രിയായിരുന്നു കൊണ്ടുപോയിട്ട് മറമാടി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഗൗരവത്തിൽ അഫല ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നോടൊരു വിവരം പറഞ്ഞുകൂടായിരുന്നു, ദുല്ലൂനി അലാ ഖബരിഹ, അവർ ഖബർ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി അവർക്ക് വേണ്ടിയിട്ട് അവിടെ ജനാസ നമസ്കരിച്ചു എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഗൗരവത്തിൽ പറയാനും അങ്ങനെ ചെയ്യാനും കാരണം അവർ ചെയ്ത ആ കർമ്മത്തിൻ്റെ മഹത്വമാണ്. അതെന്താണ്? പള്ളി വൃത്തിയാക്കുക, നീറ്റാക്കുക എന്നുള്ളതാണ്. നമ്മൾ നാടുകളിലൊക്കെ പള്ളി വൃത്തിയാക്കാനൊരു മുക്കറിനാണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ ബാധ്യത വിമുക്തരായി എന്നുള്ളതാണ് വെപ്പ്. മനസ്സിലല്ലേ? അപ്പോൾ ഒരു കരട് അവിടെ കണ്ടാൽ തന്നെ മുക്കറിനെ വിളിച്ചു, അല്ലെങ്കിൽ പള്ളിയിലുള്ള അതിൻ്റെ വൃത്തിയാക്കുന്ന ആളെ വിളിച്ചു എന്നിട്ട് വിളിച്ച് അത് എടുത്തിടാൻ പറയും, അല്ലെങ്കിൽ അത് അങ്ങനെ ക്ലീൻ ആക്കണം, അത് ഇങ്ങനെ ക്ലീൻ ആക്കണം, അവിടെ പറ്റിയില്ല ഇവിടെ പറ്റിയില്ല ഇങ്ങനെ പറയാം. പക്ഷേ പിന്നെ ഈ ഒരു കർമ്മത്തിൻ്റെ മഹത്വം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരാളെ കാത്തുക്കൂല. ഇനി ജോലിക്ക് ഒരാളാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അയാളുടെ കണ്ണ് തെറ്റിയിട്ട് അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്തിടാനും അത് വൃത്തിയാക്കാനും ആളുകൾ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. ഏതായാലും ഹദീസ് അത് തെളിവെടുപ്പിന് പറ്റിയ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് മനസ്സിലാക്കാം. ഇബ്നു ഖുസൈമ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഈ ഹദീസിൻ്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന വേറെയും ഹദീസുകളുണ്ട്.
വസ്തഗ്റബഹു എന്നാണ്. അത് പിന്നെ റവാഹു അബൂദാവൂദ്, അബൂദാവൂദ് അതിനെ റിപ്പോർട്ട് ചെയ്തു. തുർമുദിയും വസ്തഗ്റബഹു, ഇമാം തുർമുദി അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഗരീബായി കണ്ടു എന്നാണ്. ഹദീസിനെ ഗരീബായി കണ്ടു എന്നാണ്. ഇമാം തുർമുദി അതിനെ ബലപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. ദുർബലമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അഞ്ചാമത്തെ ഹദീസ്. عن أبي قتادة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم إذا دخل أحدكم المسجد فلا يجلس حتى يصلي ركعتين. എന്താ ഇദാ ദഖല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പ്രവേശിച്ചാൽ, അൽ മസ്ജിദ് പള്ളിയിലേക്ക്, ഫലാ യജ്ലിസ് അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅതൈൻ 2 റകഅത്ത് നമസ്കരിക്കുന്നത് വരെ. അപ്പോൾ 2 റകഅത്ത് നമസ്കരിക്കുന്നത് വരെ പള്ളിയിൽ പ്രവേശിച്ചവൻ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലക്കാണ്. ഈ 2 റകഅത്താണ് എന്ത്? തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിക്കുള്ള അഭിവാദ്യം. അബൂ ഖതാദയാണ് ഈ ഹദീസിൻ്റെ റാവി. അബൂ ഖതാദ നമുക്ക് മുമ്പ് വന്നിട്ടുണ്ടാവും അല്ലേ? അൽ ഹാരിസ് ഇബ്നു റിബഈ, അദ്ദേഹം അൻസാരിയാണ്. അബൂ ഖതാദ അൽ അൻസാരിയാണ്. അൽ ഹാരിസ് ഇബ്നു റിബഈ. എപ്പോഴാണെങ്കിലും നിസ്കരിക്കണം. പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ 2 റകഅത്ത് നിസ്കരിക്കണം. ഖുത്ബ കേൾക്കലും വാജിബും. അത് പിന്നെ ഒരാൾ പിന്നെ ഖുത്ബ നഷ്ടപ്പെടാതെ ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ അവസരമുണ്ട് എങ്കിൽ, അതായത് ഒരാൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ വന്നു, അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിച്ചിരിക്കാം. അയാൾ എന്ത് ചെയ്യണം? ഖുത്ബ നഷ്ടപ്പെടുത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പാടുള്ളതല്ല. അതുകൊണ്ടാണ് ബാങ്കിൻ്റെ ടൈമിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, നമ്മൾ പിന്നെ ഫർളിനെ നഷ്ടപ്പെടുത്തിയിട്ട് സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതേസമയം ഇവിടെ അതിന് സമയമല്ല, 2 ടൈം ഒപ്പാണ്. ഖുത്ബയും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാൾക്ക് പള്ളിയിൽ വന്നിട്ട് ഇരിക്കും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധമുണ്ട്, നഹിയുണ്ട്, 2 റകഅത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 2 റകഅത്ത് നമസ്കരിക്കണം, അത് പെട്ടെന്നാക്കും വേണമെന്നാണ്, പെട്ടെന്നാക്കുകയും വേണം എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് തന്നെ കയറി വരുന്നവൻ 2 റകഅത്ത് നമസ്കരിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കണം അവിടെ. അതേസമയം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമുണ്ട്. അതായത് ഈ 2 റകഅത്ത് ഉണ്ടല്ലോ, തഹിയ്യത്തുൽ മസ്ജിദ്, അതിൻ്റെ ഹുക്ം എന്താ? ബാഹിരി മദ്ഹബുകാർ ഒഴിച്ച്, ഇബ്നു ഹസമും കൂട്ടരും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് സുന്നത്താണ്. ഈ 2 റകഅത്തിൻ്റെ ഹുക്ം എന്താണ്? സുന്നത്താണ്. ബാഹിരിയാക്കളാണ് പറഞ്ഞത് ഈ 2 റകഅത്ത് വാജിബാണ്. 2 റകഅത്ത് വാജിബാണ്. അപ്പോൾ വാജിബാണ് എന്ന് പറഞ്ഞതിന് മാഹിരി മദ്ഹബിൻ്റെ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റും പക്ഷം ഈ ഹദീസാണ്, അവരുടെ തെളിവുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫൽ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ, 2 റകഅത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത്. അത് കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ അത് വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് നിർബന്ധത്തിനല്ല, സുന്നത്താണ്. ബാഹിരിയാക്കൾക്കെതിരിൽ പറഞ്ഞത് സുന്നത്താണ്. ആ അഭിപ്രായമാണ് ശരി. എന്തുകൊണ്ട്? ജുമുഅക്ക് വൈകി വന്ന ഒരു വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, പിന്നെ അയാൾ ജനങ്ങളുടെ തോളിൽ കാലിട്ട് വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി ഇരിക്കാൻ പറഞ്ഞു. അയാൾ അവിടെ 2 റകഅത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നിർബന്ധമായിരുന്നുവെങ്കിൽ നിസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തിയത്. മനസ്സിലായില്ലേ? അതേസമയം ചില റിവായത്തുകളിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ ആഗതനായി. അങ്ങനെ അയാൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് 2 റകഅത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. അത് പെട്ടെന്ന് നമസ്കരിക്കാനും പറഞ്ഞു. അപ്പോൾ ബനൂ ഖത്ഫാൻ ഗോത്രക്കാരനായ ഒരു വ്യക്തിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ് ഈ 2 റകഅത്തിൻ്റെ വിധി എന്താണ്? ഈ 2 റകഅത്തിൻ്റെ വിധി അത് നിർബന്ധമല്ല. നിർബന്ധം ഏതാണ്? പിന്നെ അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഫർള് നമസ്കാരങ്ങൾ. അതും അവർ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ തെളിവാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫർള് നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു. ആ ഫർള് നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി 5 നിസ്കാരങ്ങളാണ് പറഞ്ഞത്. ബുഹർ, അസർ, മഗ്രിബ്, ഇശാം, സുബഹി, ഇതാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തില്ല? തഹിയ്യത്തുൽ മസ്ജിദ് പറഞ്ഞിട്ടില്ല. നിർബന്ധമായിരുന്നുവെങ്കിൽ ഈ 5നോടൊപ്പം തഹിയ്യത്തുൽ മസ്ജിദും പറയായിരുന്നു.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിർബന്ധ നമസ്കാരങ്ങളിൽ തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിൻ്റെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം പറയാത്തത് കൊണ്ട് തന്നെ തഹിയ്യത്തുൽ മസ്ജിദിൻ്റെ ഹുക്ം എന്താ? നിർബന്ധമല്ല, പിന്നെ അത് സുന്നത്താണ്. പിന്നെ ഈ ജുമാൻ്റെ ടൈമിൽ വന്ന വ്യക്തി നിസ്കരിക്കാതിരുന്ന ആ സംഭവവും അതിന് തെളിവായിട്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷേ ഇബ്നു ഹസമും ബാഹിരി മദ്ഹബിലെ ആളുകളും ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തിട്ട് അവർ പറഞ്ഞു നിസ്കരിക്കൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ജുമാനിടയിൽ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ നിസ്കരിക്കൽ അയാളുടെ മേലിൽ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ പ്രത്യേക തെളിവുള്ളത് കൊണ്ട്. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ. ഒരാൾ കടന്നു വരുന്നത് നമസ്കാരം വിരോധിച്ച ടൈമിലാണെങ്കിലോ? നിസ്കാരം വിരോധിച്ച ടൈമുകൾ ഏതാ? നമ്മൾ പഠിച്ചല്ലേ. ഒന്ന് ഉദയവേളയിൽ, സൂര്യൻ്റെ ഉദയവേളയിൽ. 2 സൂര്യൻ മധ്യത്തിലാകുമ്പോൾ, നേരെ തലൻ്റെ മുകളിൽ മധ്യത്തിലാകുമ്പോൾ. 3 അസ്തമിക്കുന്ന വേള. ഈ 3 ടൈം ഇത്രേ ഉള്ളൂ. പിന്നെയോ ഉദിച്ചത് മുതൽ സൂര്യൻ ഫജ്ർ നിസ്കരിച്ച് ഉദിക്കുന്നത് വരെയുള്ള ടൈം. പിന്നെയോ അസർ കഴിഞ്ഞിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള ടൈം. ഇങ്ങനെ 5 ടൈമാണ്. 1 ഉദിക്കുന്ന ആ സമയം, 2 അസ്തമിക്കുന്ന സമയം, 3 മധ്യത്തിലാകുന്ന ടൈം. ഈ 3 ടൈമും കടുത്ത ടൈമാണ്, വിരോധം ശക്തമാണ്. ഈ ടൈമുകളിൽ നിസ്കരിക്കുക എന്നുള്ളത് വിരോധം ശക്തമായിട്ടുള്ള ടൈമാണ്. കാരണം അത് സൂര്യ ആരാധനയുടെ ഭാഗമായിട്ട് ആളുകൾ നിർവഹിക്കുന്നതിനോടുകൂടി എതിരാണ്. പിന്നെ 2 ടൈം, ആ 2 ടൈം സുബഹി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഉദിക്കുന്നത് വരെയുള്ള ടൈം. അതേപോലെ തന്നെ അസർ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിക്കാൻ അസർ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ മഞ്ഞ പായുന്ന ടൈമുണ്ടല്ലോ അസ്തമിക്കുവാനുള്ള, ആ ടൈം മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള ടൈം. ഈ 2ലും നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. അതിൽ വിരോധിക്കാനുള്ള കാരണം എന്താ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് പിന്നെ ഈ അസ്തമിക്കുന്ന വേളയിലും ഉദിക്കുന്ന വേളയിലും സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ആ ആരാധന അതിനോട് നമുക്ക് എതിരാണ്. ആ ടൈമിൽ പിന്നെ നമ്മളുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ ശൈത്താൻ പിന്നെ അവൻ്റെ 2 കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ്റെ അസ്തമയം എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ വിരോധം വന്ന് കാണാൻ സാധിക്കും. ഏതായാലും ആ 2 സമയങ്ങളിൽ വിരോധം കടുത്തതാണ്. അതിന് തൊട്ട് മുമ്പുള്ള ടൈമിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം എന്താ? ആ ടൈമിലേക്ക് നിസ്കാരം എത്താതിരിക്കാനാണ്. മനസ്സിലായി? ചിലപ്പം അസ്തമിക്കണുണ്ടോ അതിനായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞോളുന്നില്ല. അതിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാതെ ആ ടൈമിൽ ഇയാളത് കാണുന്നുണ്ടാവില്ല, നിസ്കാരം അസ്തമിക്കുന്ന വേളയിലായാൽ. അതുകൊണ്ട് തന്നെ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന വേളയിലും ഉദിക്കുന്ന വേളയിലും നമസ്കാരം പാടില്ല എന്നുണ്ടല്ലോ. അതിനെ കൊട്ടിയടക്കാൻ കൂടിയാണ് അതിനോട് അടുത്ത ടൈമിൽ നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത്. അസ്തമിക്കാൻ അടുത്ത ടൈമിലും ഉദിക്കാൻ അടുത്ത ടൈമിലും നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ അതിനാലാണ്, ആ കവാടം കൊട്ടിയടക്കാൻ വേണ്ടിയിട്ട്. ഈ 5 സമയങ്ങൾ നിസ്കാരം പാടില്ല. തഹിയ്യത്തുൽ മസ്ജിദ് ഒരാൾ എന്ത് ചെയ്ത് ഒരു ഉദിക്കണീൻ്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ പ്രവേശിച്ച്, അല്ലെങ്കിൽ അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ പ്രവേശിച്ച്, ഉച്ചക്ക് പള്ളിയിൽ പ്രവേശിച്ച്. അല്ലേ, വെള്ളിയാഴ്ചയൊക്കെ ജുമാക്ക് പ്രത്യേകിച്ച് ഉച്ചക്ക് വരുമല്ലേ. ചിലപ്പോൾ പള്ളിയിൽ ഉച്ച തെറ്റിയിട്ടാണ് മിക്കവാറും പള്ളിയിൽ ജുമാ തുടങ്ങുക, അല്ലേ, നിസ്കാരമൊക്കെ തുടങ്ങുക. അപ്പോൾ പിന്നെ ഉച്ചൻ്റെ ടൈമിൽ ചില പള്ളിയിൽ കയറുക എന്നുള്ളത് സ്വാഭാവികമാണ്, ആളുകൾ കയറും. അപ്പോൾ ആ സമയത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഹുക്ം എന്താ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ സംസാരമുണ്ട്. നമ്മളത് എനിക്ക് തോന്നുന്നു ഈ മസാല മുമ്പ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടാകും. 3 സമയം ഉണ്ടല്ലോ, അസ്തമയ സമയം, ഉദിക്കുന്ന സമയം, മധ്യത്തിലാകുന്ന സമയം. വിരോധം കടുത്തതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരഭിപ്രായവും മറ്റു മദ്ഹബി പണ്ഡിതന്മാർ മറ്റൊരഭിപ്രായമാണ് ഈ മസലയിൽ. അബൂ ഹനീഫ, മാലിക്, അഹ്മദ്, അതേപോലെ തന്നെ ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, അവരുടെ വീക്ഷണം ഒരു സുന്നത്ത് നമസ്കാരവും വിരോധിക്കപ്പെട്ട ടൈമിൽ പാടില്ല എന്നാണ്. ഒരു സുന്നത്ത് നിസ്കാരവും പാടില്ല. അതിൽ മാലിക്കികളും ഹംബലികളും
പിന്നെ തവാഫിൻ്റെ 2 റക്അത്തിനെ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. തവാഫിൻ്റെ 2 റക്അത്തിനെ അവരെല്ലാവരും അല്ല, ചിലർ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. ഹനഫികൾ കട്ടയാണ്, ഒരു സുന്നത്ത് നിസ്കാരവും വിരോധിക്കപ്പെട്ട ടൈമിൽ പാടില്ല എന്നുള്ളതാണ് അവരുടെ പക്ഷം, തീവ്ര നിലപാടാണ്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഷാഫി മദ്ഹബിലെ പണ്ഡിതരും പറഞ്ഞത് ദവാത്തു അസ്ബാബ്, കാരണങ്ങളുള്ള നമസ്കാരങ്ങൾ അതെവിടെയാകാം, വിരോധിക്കപ്പെട്ട ടൈമിൽ ആവാം. കാരണമുള്ള നിസ്കാരങ്ങൾ ഏതാ? ഈ കാരണമുള്ള നിസ്കാരങ്ങൾ ഏതാ? അത് ഫർള് നിസ്കാരത്തിൻ്റെ വിഷയമല്ല, അതിപ്പോൾ എല്ലാവരും ഇത്തിഫാക്കുള്ള സംഗതിയാണ്. അതിൽ ഷാഫിയും ഹംബലിയും ഹനഫിയും ഒക്കെ ഫർള് നിസ്കാരം ഒരാളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ ടൈമിൽ നിസ്കരിക്കാം. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉറങ്ങിപ്പോയി അസറിൻ്റെ ടൈമിൽ, അസ്തമിക്കുന്ന ടൈമിലാണ് അല്ലെങ്കിൽ അതിനോടടുത്ത ടൈമിലാണ് മുപ്പര് ഉണരുന്നത്, ഉടനെ ഒതു ചെയ്തിട്ട് എന്ത് ചെയ്യണം, അയാൾ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കണം. അതിൽ ഇഷ്കാലില്ല. ഇവിടെ ഐച്ഛിക നമസ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫർള് നിസ്കാരം ഒരാൾ മറന്നു പോയി ഉറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ഉണരുമ്പോൾ ഓർമ്മയിൽ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അത് വിരോധിക്കപ്പെട്ട ടൈമാണെങ്കിലും അതിൽ ഇഷ്കാലില്ല. അതേസമയം ഐച്ഛിക നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് തഹിയ്യത്തുൽ മസ്ജിദ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഹുക്മ എന്താ? അതിൻ്റെ ഹുക്മ പിന്നെ അത് മുസ്തഹബാണ്, പ്രതിഫലാർഹമായ സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്. ഇതുപോലുള്ള നിസ്കാരങ്ങൾ അതിനെക്കുറിച്ചാണ്. അതിൽ കാരണങ്ങളുള്ള നിസ്കാരങ്ങളിൽ ഒന്നാണ് എന്ത്? തഹിയ്യത്തുൽ മസ്ജിദ്. പള്ളിയിൽ കയറിയാൽ അത് കാരണത്താലാണ് എന്ത് നിസ്കരിക്കുന്നത്, തഹിയ്യത്തുൽ മസ്ജിദ്. അതേപോലെ മറ്റൊരു നിസ്കാരം എന്താ? ഉംറയിൽ തവാഫിൻ്റെ 2 റക്അത്ത്, അത് കാരണമുള്ള നിസ്കാരമാണ്, തവാഫാണ് അതിന് കാരണം. പിന്നെ മയ്യത്ത് നമസ്കാരം, അതേപോലെ ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, ഇതൊക്കെ ദവാത്ത് അസ്ബാബായിട്ടുള്ള നിസ്കാരങ്ങളാണ്. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ അത് വിരോധിക്കപ്പെട്ട ടൈമിൽ ആകാം എന്നുള്ളതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ അഭിപ്രായമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരിയോടടുത്ത അഭിപ്രായവും അതാണ്. പക്ഷേ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഈ ഉദിക്കുന്ന സമയം അതേപോലെ അസ്തമിക്കുന്ന സമയം ഒരു നിർണിത ടൈമല്ലേ, അതേപോലെ മധ്യത്തിലാവുന്ന ഈ ടൈം, അതിൽ നിന്ന് തെറ്റി ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സൂക്ഷ്മത. അത് അയാൾ പാലിക്കൽ നല്ലതാണ്. കാരണം ചില ഹസറുകളിൽ കാണാം, ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആലയൊക്കെ ഫജ്ർ നമസ്കരിച്ച് തവാഫ് ചെയ്താൽ, തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് എവിടെ നിസ്കരിക്കേണ്ടത്? തവാഫ് കഴിഞ്ഞ ഉടനെ മഖാം ഇബ്രാഹിമിനെ മുന്നിലാക്കിയിട്ട് കഅബയുടെ വാതിലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു തആല തവാഫ് ചെയ്ത് അദ്ദേഹം സൂര്യൻ ഉദിച്ചു പൊങ്ങിയിട്ടില്ല എങ്കിൽ എവിടെ നിസ്കരിക്കൂല? അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കൂല. അദ്ദേഹം പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം പോയിട്ട് ദീത്തുവയിലൊക്കെ പോയിട്ടാണ് നിസ്കരിച്ചിരുന്നതെന്നാണ്. അറബിൻ്റെ ഉള്ളിൽ തന്നെ ദീത്തുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അദ്ദേഹം തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നത്. ഉദിക്കുന്ന സമയത്ത് നിസ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള സഹിഹായ അസറുകൾ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് അതിൻ്റേതായ തെളിവുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കാരം മടക്കി നിസ്കരിച്ചല്ല വീട്ടിൽ നിസ്കരിച്ചത് ഒക്കെ അതിന് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളുള്ള നമസ്കാരങ്ങളാവാം എന്നുള്ളതിന് ഇമാം ഷാഫി അതിൻ്റേതായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഉദിക്കുന്ന ആ സമയത്തും അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ മധ്യത്തിലാകുന്ന ആ സമയത്തും നിസ്കാരം അതൊന്ന് അല്പം തെറ്റിച്ചിട്ട് പിന്നെ നിസ്കരിക്കുകയാണ് എങ്കിൽ അതാണ് ഉത്തമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു തആലയുടെ ഈ നിലപാടുകളൊക്കെ ഈ ഹദീസിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉള്ളത് കാരണത്താൽ. പക്ഷേ മൊത്തത്തിൽ പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പലരും അതിനെ ബലപ്പെടുത്തിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് കാരണങ്ങളുള്ള നമസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആകാം, തെളിവുകൾ അത് അറിയിക്കുന്നുണ്ട്. അത് ഇഷ്റാഖൊക്കെ പിന്നെ സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷമാണ് ഇഷ്റാഖിൻ്റെ ടൈം തന്നെ തുടങ്ങുന്നത്. മഗ്രിബിൻ്റെ ടൈമും കഴിഞ്ഞ് അസറിൻ്റെ ടൈമും കഴിഞ്ഞ് അപ്പോൾ ഇന്ന സ്വലാത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിത ഫർളാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആദ്യം അസർ, പിന്നെ മഗ്രിബ്, പിന്നെ ഇശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായല്ലോ.
അഹ്സാബ് യുദ്ധത്തിൽ കടങ്ങി യുദ്ധത്തിൽ അങ്ങനെ നിസ്കാരം മറക്കല്ല, പിന്നെ യുദ്ധ ഭീതിയിൽ നിസ്കാരങ്ങൾ മറന്നുപോയി. ദുഹർ, അസർ, മഗ്രിബ്, ഇഷ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് ദുഹർ നിസ്കരിച്ച്, പിന്നെ ഇക്കാമത്ത് കൊടുത്തിട്ട് അസർ നിസ്കരിച്ച്, പിന്നെ ഇക്കാമത്ത് കൊടുത്തിട്ട് മഗ്രിബ്, പിന്നെ ഇഷ, അങ്ങനെ നിസ്കരിച്ച് അങ്ങനെയാണ് വീട്ടിയത്. അസർ നിസ്കരിച്ചിട്ടാണ് പിന്നെ മഗ്രിബ്. എങ്ങനെ പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ മഗ്രിബിൻ്റെ ടൈമും ഇഷായിൻ്റെ ടൈമും ഉണ്ടല്ലോ, ജമ്മ, അതായത് വിശാലമായ ടൈമാണ്, വിശാലമായിട്ടുള്ള ടൈമാണ് മഗ്രിബും ഇഷയും. മനസ്സിലായി? ചില സമയങ്ങളിൽ എന്ത് ചെയ്യുക, നിസ്കാരത്തെ ജമ്മാക്കാം, മഗ്രിബിനെ എന്ത് ചെയ്യുക, ഇഷയോട് ജമ്മാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയോ അതേപോലെ യാത്രയോ ഇല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 നിസ്കാരങ്ങളെ ജമ്മാക്കിയിട്ടുണ്ട്, മഗ്രിബിന് ഇഷയെയും അതേപോലെ ദുഹറിനെയും അസറിനെയും ജമ്മാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അബീ ഖതാദത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റക്അതൈൻ. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും ഒന്നിച്ച് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. ഖലാസ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് ബാബു സിഫത്തു സല, അല്ലെ, നിസ്കാരത്തിൻ്റെ രീതി വിശദീകരിക്കുന്ന അധ്യായം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.